നീ കൊടുക്കടാ. റൊമാൻറ്റിക് മൂവീസ് കേട്ടില്ല. എന്റെയോ? അതെ, എന്റെ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ റൊമാൻറ്റിക് മൊമെന്റ്സിനെ പറ്റിയിട്ട് ഞാൻ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ അത് എല്ലാവർക്കും കണക്ട് ആവുന്നതായിരുന്നു. സ്കൂൾ ടൈമില് നമുക്കൊരു ക്രഷ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ മിക്കതും കണ്ടേക്കുന്ന ഒരു എന്താ പറയാ, ഒരു ഹീറോയുടെ സൈഡിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു അപ്പുറത്തെ ഒരു നായകന്റെ സൈഡിൽ നിന്നായിരിക്കും നമ്മൾ മിക്കത് കണ്ടേക്കുന്നത്. അതൊരു പെണ്ണിന്റെ സൈഡിൽ നിന്ന് എനിക്ക് കുറച്ച് കണക്ഷൻ വന്നായിരുന്നു ആ ക്യാരക്ടർ. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്കൊരു ക്രഷ് ഉണ്ടാവുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. பழைய ஞாபகம் எனக்கா? இதுலயா? அது இருக்கு. ஸ்கூல் டேஸ் மெமரிஸ் நிறைய, அதான் இருக்கீங்க. ஸ்கூல் டேஸ் மெமரிஸ் நிறைய ஞாபகம் வந்துச்சு. உங்களுக்கு ஞாபகம் வந்துச்சு அவங்களோட எக்ஸ் லவர் இருக்குதுலாம்? ஓகே, எக்ஸ் லவர் இருந்தாலும் டெக்ஸ்ட் பண்ணக்கூடாது வீட்டுக்கு போயிட்டு. எஸ். തണ്ണീർമത്തനങ്ങൾ ഇറങ്ങിയ സമയത്ത് അതൊരു ട്രെൻഡിങ് ആയിരുന്നു. അതിന്റെ പാട്ടുകളായാലും സീനുകളായാലും നിങ്ങളുടെ ആ കോംബോ ഏറ്റവും കൂടുതൽ വൈറലായി. എനിക്ക് ഈ സിനിമ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഈ കോംബോ ആ സ്കൂൾ ഡേയ്സിലും ആയിരിക്കും ഇച്ചിരി വൈറലാകാൻ ചാൻസ് കൂടുതൽ. ഒരു സ്കൂൾ വരാൻ ചാൻസ് ഉണ്ടോ? ഹോപ്പ്ഫുള്ളി അത് അങ്ങനെ വന്നാൽ നന്നായി. ഐ മീൻ, വരേണ്ട സാധ്യതകളുണ്ട്. വന്നാൽ നന്നായിരുന്നു. പറഞ്ഞ പോലെ സ്കൂളിലെ ചില ഇന്നസെൻസ് കാണിക്കുന്ന കുറെ നർമ്മ മുഹൂർത്തങ്ങൾ സിനിമയിലുണ്ട്. അപ്പൊ അത് വന്നാൽ വളരെ വളരെ നന്നായിരിക്കും. അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ചെയ്യുന്ന കഥാപാത്രങ്ങൾ എന്റെ ഓഡിയൻസുമായിട്ട് കണക്റ്റഡ് ആവുക, അല്ലെങ്കിൽ എത്രത്തോളം സീരിയസ് ആണെന്നുള്ളത് ഇപ്പോഴും കോൺഷ്യസ് ആണ്. ഞാൻ ഇപ്പൊ ടക്സും റാങ്കി ചെയ്തത് ഞാൻ എന്റെ രണ്ടാമത്തെ സിനിമയായിട്ടാണ്. സുജാത കഴിഞ്ഞ് ഞാൻ ചെയ്യുന്നത് റാങ്കിയാണ്. 7-8 വർഷം മുന്നെയാണ്. അപ്പൊ ആ സമയത്ത് എനിക്കൊരു തമിഴ് പടം വന്നപ്പോ ഞാൻ അങ്ങനെ എക്സൈറ്റ്മെന്റിൽ ഞാൻ പോയതാണ്. അധികം ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നില്ല ക്യാരക്ടർ എത്രത്തോളം ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങും, അത് സീരിയസ് റോളാണോ കോമഡി റോളാണോ എന്ന് ഞാൻ കോൺഷ്യസ് ആയിട്ടില്ല. ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ പോയതാണ്. ടക്സും എനിക്ക് ബൃന്ദാ മാസ്റ്റർ എനിക്ക് പരിചയമുള്ളത് കൊണ്ട് അങ്ങനെ ഒരു പാർട്ടാവണം എന്നുള്ളത് കൊണ്ട് പോയതാണ്. പിന്നെ ഞാൻ ഇപ്പോഴാണ് എനിക്ക് ആ ക്യാരക്ടറെ പറ്റി ഞാൻ ആലോചിച്ച് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോഴാണ്, റീസെന്റ് ആണ്. അപ്പൊ എനിക്ക് അതൊരു നല്ലൊരു ക്യാരക്ടറിന്റെ അടുത്തേക്ക് എത്തി. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് ഓഡിയൻസിന്റെ അടുത്ത് കണക്ട് ചെയ്യാനുള്ള നല്ലൊരു ക്യാരക്ടറാണ്, നല്ലൊരു സിനിമയും അതിന് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ ഇപ്പൊ യെസ്, അങ്ങനെയാണ് ഞാൻ ഈ പടം ചൂസ് ചെയ്തതും. ഇപ്പൊ ഞാൻ അത് നോക്കുന്നുണ്ട്. എനിക്ക് മുന്നേ ഞാൻ അത്രയും എന്താ പറയാ, അത്രയും ബുദ്ധി ഉണ്ടായിരുന്നില്ല, അത് ആലോചിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അത് ഞാൻ കോൺഷ്യസ് ആയി നോക്കി തുടങ്ങിക്കൊണ്ടിരുന്നത്. ഇതായത് കുറെ സീനുകളുണ്ട്, ഭയങ്കര ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ടുള്ള. അതിൽ ഏറ്റവും റിലേറ്റബിൾ ട്രെയിനിന്റെ സീക്വൻസ് ആയിരുന്നു. ഞാൻ പേഴ്സണലി ആലോചിച്ചിട്ട് എന്തെങ്കിലും ആ കൊച്ചുങ്ങളൊക്കെ ഒന്ന് തിരിച്ചു പറഞ്ഞിരുന്നെങ്കിൽ എന്ന്. ശരിക്കും അത് ഷൂട്ട് ചെയ്യുമ്പോ എങ്ങനെയാണ് അങ്ങനത്തെ മൂമെന്റ്സ് ഷൂട്ട് ചെയ്യുമ്പോ? അതെനിക്ക് ഭയങ്കര, എനിക്ക് ഏറ്റവും ഈ സിനിമ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷനാണ്. എനിക്ക് ആ സീനാണത്. എനിക്ക് നരേറ്റ് ചെയ്തപ്പോഴും ഞാൻ കുറെ ചിരിച്ച ഒരു സീനാണത്. ഈ പറഞ്ഞ പോലെ ക്ലീഷേ ബ്രേക്കിംഗ്. നമ്മൾ യൂഷ്വലി എക്സ്പെക്ട് ചെയ്യുന്നത് അവിടെയുള്ള ഒരു സ്ലോ മോഷൻ, കൊച്ചിനോട് കളിക്കുന്ന ഒരു നായകന്റെ പിഒവിലുള്ള സ്ലോ മോഷൻ ആയിരിക്കും. പക്ഷെ അത് ബ്രേക്ക് ചെയ്ത് അവിടെ ഒരു എന്താ പറയാ, അവരൊരു നായിക ചമ്മിപ്പോകുന്ന ഒരു സാധനം എടുത്തത് എനിക്ക് ഭയങ്കര വർക്കായിരുന്നു. അത് ഷൂട്ട് ചെയ്തപ്പോഴും ആ പയ്യനും ആക്ച്വലി ഓടി തന്നെയാണ് എന്നെ മുഖത്തൊക്കെ വിളിച്ചപ്പോ അവിടെ സെറ്റിൽ നിന്ന് എല്ലാവരും ബാക്കിൽ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. സോ ആ ഷൂട്ട് ചെയ്തതും ഭയങ്കര രസമായിരുന്നു. അത് സിനിമയിലെ എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സീൻസ് ആണത്. മമ്മിയുടെ കുറെ പടങ്ങൾ വരാൻ നമ്മൾ ഒരുമിച്ചോ? അങ്ങനെ ഒരുമിച്ച് നമുക്കങ്ങനെ ഒരു നല്ല സ്ക്രിപ്റ്റ് കിട്ടിയിട്ടില്ല. ഐ മീൻ, നമ്മളങ്ങനെ ഒരുമിച്ച് തേടി വന്നിട്ടില്ല. അങ്ങനെ തീർച്ചയായിട്ടും ഒരു പടം നമ്മളങ്ങനെ വരികയാണെങ്കിൽ, ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പടം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വളരെ വളരെ സന്തോഷമായിരിക്കും. തീർച്ചയായിട്ടും വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. സൂപ്പർ ശരണ്യ ടൈമിലാണ് നമ്മൾ ലാസ്റ്റ് വർക്ക് ചെയ്തത്. അഫ്കോഴ്സ് എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. ഹലോ, എവിടെയാ? നമ്മള് മലയാളി ഓഡിയൻസ് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് മലയാള ഫിലിംസ്. എപ്പോഴാണ് ഒരു മലയാളം ഫിലിം ഈ വർഷം റിലീസ് ഉണ്ടാവോ? ഈ വർഷം ഒരു പടം ഇപ്പൊ ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ, ആയിട്ടില്ല. ഒഫീഷ്യലി അനൗൺസ്മെന്റ് വരുന്നേ ഉള്ളൂ. മേ ബി, പക്ഷെ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. മേ ബി. എനിക്കും ആഗ്രഹമുണ്ട് എനിക്കത് ഇവിടെ നിന്നൊരു പടം ചെയ്യാൻ. അതിനൊരു എന്താ പറയാ, ഒഫീഷ്യലി ഒരു അനൗൺസ്മെന്റ് വരുന്നേ ഉള്ളൂ. ഇപ്പൊ മലയാളത്തിൽ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്ത ഫിലിംസ് ഉണ്ടല്ലോ. ഷൂട്ട് കംപ്ലീറ്റ് ചെയ്താ ഏതുകൊണ്ടോന്നോ? ഇല്ല, അത് എല്ലാം ഇറക്കി കഴിഞ്ഞ ഇപ്പം ലാസ്റ്റ് ഇതോടുകൂടി ഇറങ്ങി. ഇനി ഷൂട്ട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പെരുങ്കളിയാട്ടം ഉണ്ട്. അത് ഷൂട്ട് കഴിഞ്ഞിട്ട് കുറെ ആയി. അതിന് എനിക്കൊന്ന് പോസ്റ്റ് വർക്ക് നടക്കുന്നു. കുറച്ചായി പോസ്റ്റ് വർക്ക് നടക്കുന്നു. ഇറങ്ങുമായിരിക്കും ഈ വർഷം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
മലയാളത്തിൽ ബ്രേക്ക് എടുക്കാനോ? അല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ അവിടെ ബ്രേക്ക് എടുത്തിട്ട് ഞാൻ അവിടെ പോരാ. എനിക്ക് ഞാനൊന്നല്ല, പുറത്തെ ഭാഷയിൽ എനിക്ക് നല്ല സിനിമകൾ വരുമ്പോ അതിലും നല്ലത് ചൂസ് ചെയ്യുന്നു. എനിക്ക് നല്ല ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻഡസ്ട്രി എനിക്ക് നല്ല സിനിമകളുടെ ഭാഗമാണ്. അത് എന്നെ തേടിയെത്തുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം മലയാള സിനിമ കണ്ടിട്ടാണല്ലോ അവരെന്നെ വിളിക്കുന്നത്. അപ്പൊ അത് അവിടത്തേക്ക് എത്തുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. അങ്ങനെ ബോധപൂർവ്വം ഇവിടുന്ന് ബ്രേക്ക് എടുക്കണമെന്നൊന്നും അല്ല. ഞാൻ എന്റെ സ്കൂളിൽ പഠിക്കുമ്പോഴും ഞാൻ ഏറെക്കുറെ അങ്ങനെയൊക്കെ, അത്ര എക്സ്ട്രീം ഇല്ലെങ്കിലും ഞാൻ ഏറെക്കുറെ കുറച്ചൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കുറച്ച് എക്സ്ട്രീം എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള അങ്ങനെ ഒരു കറങ്ങി നടക്കുന്ന ഒരു ടൈപ്പ് തന്നെയായിരുന്നു. സോ അതെനിക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയും മേഖലയും ക്യാരക്ടറും ഒക്കെ ആയിരുന്നു. അഫ്കോഴ്സ് മദൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഹുസൈൻ വന്ന് ഇങ്ങനെയൊക്കെയാണെന്ന് അഫ്കോഴ്സ് നല്ലൊരു അതെ ആക്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. അത് റിയൽ ലൈഫില് ഇപ്പൊ എക്സിനെ കാണാൻ ഒരു അവസരം കുറെ കാലം കഴിഞ്ഞിട്ട് എന്താണെങ്കിൽ അത് എഫക്ട് ചെയ്യുമോ? കാണാൻ പറ്റും? ഇല്ല, താല്പര്യമില്ല. ഞാൻ സന്തോഷത്തിലാണ് ഇപ്പൊ. എനിക്കങ്ങനെ ക്ലോഷർ കിട്ടിയാലേ സമാധാനത്തിലുള്ളൂ എന്നൊന്നുമില്ല. ഇപ്പൊ ഞാൻ നല്ല സമാധാനത്തിലാണ്, ഒരു കുഴപ്പമില്ല, സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. ഇല്ല ഇല്ല ഇല്ല, ചുമ്മാ நிஜ கதையெல்லாம் இல்ல. லைக் பார்ட் ஆஃப் ஸ்டோரிஸ் ஃப்ரம் நிறைய பார்த்தது கேட்டது அந்த மாதிரியான விஷயங்கள் கம்ப்ளீட்டா ஒரு மாதிரி ஃபிக்ஷன் தான். ஸோ அதனால இதுல என்ன வில்லன் ஹீரோ ஆயிடும்.